ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ അവിടെ ഗംഭീര മഴയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുഞ്ഞൊരു വെയിലുണ്ട്, കൂടെ മഴയുണ്ട്. വെയിലും മഴയും കൂടെയാണ്. കറണ്ട് ഇന്നിപ്പോൾ വല്ലാണ്ട് ചതിച്ചിട്ടൊന്നുമില്ല. ഒരു 12 മണി വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കറണ്ട് പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി വെച്ചാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കണമല്ലോ. ഇന്നലത്തെ കഥയൊക്കെ ഒരു കഥയായിരുന്നു, അതങ്ങനെ പോയി. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വെച്ചിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പോൾ മീനൊന്നും ഇപ്പോൾ വാങ്ങാൻ പാടില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. വിചാരിച്ചു ഒരു തട്ടിക്കൂട്ട് കറി അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വഴിയെ കാണിക്കാം. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുകയല്ലേ? നമ്മളിവിടെ ഓക്കെയാണ്, എല്ലാവരും സേഫാണ്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? മഴ തന്നെയാണ് ഇപ്പോൾ വിശേഷമായിട്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുക എല്ലാവർക്കും. ഇനിയിപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. എല്ലാവരും ഹെൽത്തും നോക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോക്ക് പെട്ടെന്ന് പോട്ടെ, എന്താ വെച്ചാൽ സംസാരിച്ചിരുന്നാൽ കറണ്ട് പോവും. അപ്പോൾ എനിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നാളികേരം ചിരങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. വീഡിയോ എടുക്കലാണ് കേട്ടോ. അപ്പോൾ വലിയ പാട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പോയി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. പറഞ്ഞു നാവും വായിലിട്ടില്ല, കറണ്ട് പോയി. വേഗം ചിരങ്ങി വെക്കട്ടെ. കറണ്ട് വരികയാണെങ്കിൽ കറി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാക്കി കഴിക്കാം. കറണ്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാം. അതൊക്കെ കണ്ട് സെറ്റ് ചെയ്യാം. ഞാൻ വേഗം കറണ്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി നാളികേരം കയ്യിലെടുത്തത് ഓർമ്മയുള്ളൂ. കറണ്ട് പോയി. ഇനി എപ്പോഴാണ് വരാനാവോ? എന്തായാലും ഇതൊക്കെ അരയ്ക്കാനുള്ളതൊക്കെ കണ്ട് റെഡിയാക്കി വെക്കട്ടെ. വന്നാൽ നമുക്കപ്പം അരയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അച്ചാറും എന്തെങ്കിലും ചമ്മന്തി മുട്ട പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറുണ്ടാ. കണ്ട ഇടയ്ക്ക് വന്ന് പോണുണ്ട്, വരുന്നതിൻ്റെ മുന്നേ പോവും. ഇവിടെ എത്തണില്ല. ഒരു ഹായ് എന്നും കൂടെ പറയണില്ല, പറഞ്ഞിട്ട് പോവാ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കറണ്ടാണ് ആകെ പ്രശ്നം, മഴയല്ല ഇവിടെ പ്രശ്നം. അപ്പോൾ വെയിലുണ്ട്, എന്നാ ഈ കറണ്ടിന് വന്നാൽ മതി. എന്താ വെയിലും കറണ്ട് വരുന്ന പോലെ വന്നങ്ങോട്ട് വരുമ്പോഴേക്കാണ്ട് മഴ പെയ്യും. ചൂടില്ലാത്ത വരവാ വരും, ഇഷ്ടമില്ലാത്തൊരു വരവാ വരും. സ്വതവേ മഴ ചെയ്യാൻ മടിയാ. എന്താന്ന് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നൊക്കെ വെച്ചിട്ടായിരിക്കും. അതിൻ്റെ ഇടയിലാണ് കറണ്ട് പോകും കൂടെ. അപ്പം അതിലേക്ക് നാളികേരം, 2 പച്ചമുളക്, 2 ചെറുള്ളി, വെളുത്തുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല ജീരകമുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ അരയ്ക്കാൻ കുരുമുളകിൻ്റെ മണി 1 ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇടണം. 1 മിനിറ്റ്. കുരുമുളകിൻ്റെ മണി ഇപ്പോൾ തൽക്കാലമില്ല. കുരുമുളകിൻ്റെ മണി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ഇട്ടാ, കുരുമുളക് കുറച്ച് ബാക്കിക്ക് നോക്കുക. അപ്പം അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കേട്ടോ. കുരുമുളകും ഇനി കുഞ്ഞൊരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു ഇത്രയും മതി കേട്ടോ. ഒന്ന് കഴുകട്ടെ. അരയ്ക്കണമെങ്കിൽ കറണ്ടായിട്ട് വരണം. അപ്പോഴേക്കും നമുക്ക് വേപ്പില പൊട്ടിച്ചിട്ട് വരാം. കറണ്ട് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് 2 വേപ്പില തണ്ട് പൊട്ടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചേ. അപ്പുറത്തുള്ളത് താത്തേക്ക് വന്നപ്പോൾ അവർ വെട്ടി കയറ്റി അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തുണ്ട്, അവിടെ നിന്ന് 2 തണ്ട് വേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവിടെയൊക്കെ പൊന്ത കെട്ടിയിട്ടുണ്ട്. എനിക്ക് പേടിയായിട്ട് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ചനിപ്പിനിയും ഒക്കെ കൂടെ ആയിട്ടാണ് തോന്നുന്നത്. നല്ല പശർമുള്ള മണ്ണാണ് തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പുല്ലൊക്കെയാണ് മുളയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തെയ്യം എന്തെങ്കിലും നടുകയാണെങ്കിൽ അത് അങ്ങനെ മുരടിച്ച് നിൽക്കുകയും ചെയ്യും. വേപ്പിൽ പൊട്ടിച്ച് വന്നപ്പോഴേക്കും കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പെട്ടെന്ന് നമുക്ക് അരപ്പരച്ചിട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിറ്റേ ദിവസമാണ് വരികയെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മോര് കറിക്കുള്ള കാര്യങ്ങൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. ഈ നാളികേരം അരപ്പിലേക്ക് ഞാൻ തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കുക. വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. സൂപ്പർ കറിയാണ് കേട്ടോ. നമുക്ക് കഷ്ണങ്ങളോ കാര്യങ്ങളോ വേണമെന്നൊന്നുമില്ല. കുമ്പളങ്ങി, ചേന, വെള്ളരിക്ക ഒന്നും വേണ്ട. ഒരു കഷ്ണം ഇല്ലാണ്ട് നമുക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അരപ്പ് അങ്ങോട്ട് അരച്ച് വെച്ചിട്ട് നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 2 മണി ഉലുവയും കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ അങ്ങോട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇങ്ങോട്ട് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്കതങ്ങോട്ട് ഓഫ് ചെയ്യണം.
എന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് ഉപ്പൊക്കെ റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മോരുകറി അങ്ങോട്ട് സെറ്റായി കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിയും, ഇതിൻ്റെ ടേസ്റ്റും പോവും. അതുപോലെ തന്നെ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് പോവും. നിങ്ങൾ തൈര് കൂട്ടിയിട്ട് മാത്രം അരച്ചാൽ മതി. അപ്പോൾ ഈ കുറുകിയ ചാറാണെങ്കിൽ അങ്ങനെയും എടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കി അതിൻ്റെ ചൂടായപ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം കേട്ടോ. ഈ ഒരു മോരുകറി നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മിക്കതും നമ്മൾ സാമ്പാർ, മോരുകറി, മീൻകറി ഇതിനെ വിട്ടിട്ട് നമ്മൾ അധികം കറികളൊന്നും വെക്കാറില്ല. ആർക്കും അങ്ങനെ ഇന്ന കറികൾ വേണമെന്ന് ആർക്കും നിർബന്ധമൊന്നും ഇല്ലെങ്കിലും ഈ കറികളോട് കുറച്ചധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് മാറ്റി മറിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ചിക്കൻ കറി, ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാറില്ല എന്നല്ല, തട്ടിക്കൂട്ട് സംഭവമൊക്കെ ആണെങ്കിൽ ഇത് ചീര, മുരിങ്ങ, മുളകുറത്തപ്പുളി, രസം അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കറികളാണ് ഒന്നും കൂടെ നമുക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതാ മോരുകറി അങ്ങോട്ടായി. ഇനി നമുക്ക് മസാല ഓംലെറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും വലിയ ഉള്ളിയില്ലേ, സവാളയും പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് കറണ്ട് പോയി. ഇനി നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും വലിയ പേടിയൊന്നുമില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള വൈറൽ വീഡിയോ ആണ്. ഞാനിത് കുറേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് രണ്ടാമതൊന്നും ഉണ്ടാക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 വെളുത്തുള്ളിയും പിന്നെ സവാള, പച്ചമുളക്, വേപ്പില എല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചതും അതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, എപ്പോഴും ഓംലെറ്റ് അടിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഉള്ളി, സവാള, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മൂപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആ സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ പൊടിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് കേട്ടോ. നമ്മുടെ ഈ ഇതില്ലേ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. നമ്മുടെ മുളക് പൊടി എരിവ് കൂടുതലാണ്, കളർ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂക്കാൻ വേണ്ടി വെച്ചിട്ട് ഇതങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ട അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവണ രീതിയിൽ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ മസാല ഓംലെറ്റ്. ചെറുതിലൊക്കെ അമ്മ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ ഇതൊക്കെ വൈറലായത്. അന്നൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പം പോലെ കുഞ്ഞൊരു കുഴിപ്പാത്രത്തിൽ ഇങ്ങനെ ചട്ടിയില്ലേ, നമ്മുടെ അപ്പച്ചട്ടി, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അമ്മ ഈ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ വഴറ്റി അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ മുട്ട അതിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കും ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് അങ്ങോട്ട് ചുറ്റി ഒരു അപ്പം പോലെ തരും കേട്ടോ. അന്നൊന്നും ഇത് വൈറലല്ല. ഇപ്പൊക്കെ പല കാര്യങ്ങളും വൈറലായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ പൂജിട്ടിയോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പൂജിട്ടി ഒരു തള്ളൽ പോലെയൊക്കെയാണ് കേട്ടോ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ 2-3 പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി മുറി വെക്കുകയാണ് കേട്ടോ. കറണ്ട് പോയതാ ഇതുവരെ വന്നിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ അതാണ് കേട്ടോ. മിക്കതും ഇനിയിപ്പോൾ മഴ ഇല്ലെങ്കിലും ഈ ഒരു ഏരിയയിൽ എപ്പോഴും കറണ്ട് പോവേ. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബിസി ആയിരിക്കും. ചില സമയങ്ങളിൽ അവർ കോൾ എടുക്കും, ചില സമയങ്ങളിൽ കോൾ എടുക്കില്ല, ബിസി ആക്കിയോണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഇന്നലത്തെയൊക്കെ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു നേരം കണ്ടിട്ട് വന്നു, അത് വൈകുന്നേരം പോവുകയും ചെയ്തു. പിന്നെ വന്നത് പിറ്റേ ദിവസം പുലർച്ചെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പുറത്ത് ഡ്രമ്മ് വെച്ചുകൊണ്ട് നമുക്ക് അല്ലറ ചില്ലറ കാര്യങ്ങൾക്കൊക്കെ ബാത്റൂം കാര്യങ്ങൾക്കൊക്കെ വെള്ളം അവിടെ നിന്ന് എടുക്കെങ്കിലും ചെയ്യാം. അതും കൂടെ അല്ലെങ്കിൽ നമ്മുടെ കാര്യം ഹുതയാണ് കേട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും കുടിക്കാനുള്ള വെള്ളം 2 പാത്രങ്ങളിൽ രാത്രിയാക്കി നിറച്ച് വെക്കും. കുടിക്കാനും വെക്കാനും കൂടി ആയിട്ട് ചെമ്പിലും പാത്രങ്ങളിലൊക്കെ ആക്കി പിടിച്ച് വെക്കും. ഇത് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, അതുപോലെ ആക്കി വെക്കുക. ഒരു ചെമ്പിലും ഒരു സ്റ്റീൽ പാത്രത്തിലും കൂടെ. എന്നാൽ പിന്നെ പെട്ടെന്ന് കറണ്ട് പോയാലും നമ്മൾ പെടില്ലല്ലോ. അങ്ങനെ നമ്മുടെ മസാല ഓംലെറ്റൊക്കെ സെറ്റായ സ്ഥിതിക്ക് പാത്രം കഴുകലും കഴിഞ്ഞു. ഇനി കിച്ചൺ ടാബ് എന്നത്തെയും പോലെ ടപ്പേന്ന് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടണം കേട്ടോ. അതവിടെ എപ്പോഴും തുടച്ചിട്ടില്ലെങ്കിൽ ആ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തികേടായി കിടക്കും. എനിക്ക് അങ്ങനെ കിടക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് മിനിറ്റിന് ഈ തുടച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം ആയാൽ തന്നെ എനിക്ക് എവിടെ നോക്കിയാലും ഒരു വൃത്തിയായിട്ടില്ലാത്ത പോലെ തോന്നും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ചോരണ കാര്യം. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്, നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന ലോങ് വീഡിയോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ ഷോർട്സിൽ ഇതിൽ തൽക്കാലം അങ്ങോട്ട് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും മോരുകറിയും നാരങ്ങ അച്ചാറും മസാല ഓംലെറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറി വേണ്ട കേട്ടോ. ഈ മസാല ഓംലെറ്റ് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് മുന്നേ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നുകൊണ്ട് അറിയാം. പക്ഷേ എന്നാലും ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണേ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ വേറെയും നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ രീതിയിൽ മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. ഞാൻ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കില്ല കേട്ടോ. ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അതേപോലെ ഉണ്ടാക്കും. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെപ്പിടി വിദ്യ കാട്ടി മറിച്ചും മാറ്റിയും ചെരിച്ചും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചിലത് മിക്കതും അടിപൊളിയാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വേണ്ട, അത് ആദ്യം തന്നെയാണ് നല്ലത്, അങ്ങനെയും തോന്നാറുണ്ട്. പക്ഷെ എന്നാലും നമ്മുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം എഡിറ്റിങ്ങും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ റൂമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടി ഇട്ടിരിക്കണേ
മുന്നത്തൊക്കെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൂമിലും വെട്ടുണ്ടാവില്ല കേട്ടോ. മൊത്തത്തിൽ ഇരുട്ടാണ് ഈ വീടിൻ്റെ ഉള്ളിൽ. പിന്നെ മഴക്കാലം കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഇരുണ്ട് മൂടിയ അവസ്ഥ അല്ലേ. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും കാണില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത്രയും ഇരുട്ടായിരിക്കേ. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് മെഷീൻ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്രളയമാണേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഊത്താലും വെള്ളം മൊത്തം അങ്ങടായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ അത്രയും വൃത്തിയിലും കാര്യത്തിലും നോക്കണമല്ലോ വെള്ളമാവാണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലെങ്കിൽ ഒരു പണി നടക്കാത്ത അവസ്ഥയാണേ. എന്നാലും ഞാൻ ഈ കട്ടനൊക്കെ പൊക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഡോറിൻ്റെ ഇവിടേക്ക് നീക്കി വെച്ചിട്ടൊക്കെ അർജൻറ്റുള്ള കേസൊക്കെ ഇപ്പോൾ എന്താ പറയുക, യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്താൽ പോരല്ലോ. മറ്റേതൊക്കെ നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യുന്നെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ആ ഒരു തത്രപ്പാടിൽ ആ കാര്യങ്ങളും നടക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇറങ്ങുമ്പോഴേക്കും രാവിലെ ഇങ്ങനെ ഒരു അടിച്ച് ഇടൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഉച്ച കഴിയുമ്പോഴേക്കും രണ്ടാമത് ഹതാവുതയാവും. ഈ ഒരു മണ്ണ് കയറ്റി വരവും പിന്നെ ഇപ്പോൾ പറഞ്ഞ പൂത്താലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അവിടെ വൃത്തിയേടാവും. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചീര പൊട്ടിച്ചിട്ട് പുഴുക്കേട് വന്നുണ്ടോ ഇലയിലൊക്കെ. നമുക്ക് പൊട്ടിച്ചിട്ട് ഇന്ന് രാത്രി കഞ്ഞിക്ക് എടുക്കാം അല്ലേ ചേച്ചിക്ക്? ചീരപ്പേരുണ്ടാക്കാം. എവിടെയെന്നുള്ളത് അറിയണില്ല, മൊത്തം ചെടി ആയിട്ട്. കണ്ടാ പറയണേ. പൊട്ടായിട്ടുള്ള ഇല ഇവിടെ തന്നെ അങ്ങോട്ട് കളയാല്ലേ. നമുക്ക് നാളെ പോയി നോക്കണ്ടല്ലോ. മഴ ഉണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ ഇത് വന്ന് പൊട്ടിക്കണം എന്നിങ്ങനെ പ്ലാനിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഈ മഴ മാറുന്ന ഒരു ലക്ഷണവും കാണാനില്ല. എന്നാൽ ഞാനും പൂജുട്ടി ഒരു മഴ വിടുന്നുണ്ടോ അതിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ ചാറ്റൽ മഴ മൊത്തം കൊള്ളേ. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും കുട എടുക്കില്ലേ. കുട പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ മടിയാണ്. നമ്മൾ വണ്ടിയിൽ മറന്നു വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ കുട തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂജുട്ടിയോട് ഞാൻ പറഞ്ഞു മഴ കൊള്ളണ്ട, കുട പിടിച്ചിട്ട് വായോന്ന്. അപ്പോൾ കുടയും വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് വയ്യ. വെറുതെ പറയണതാ. കുട പിടിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ വെയിൽ ഞാൻ ഒട്ടും കൊള്ളില്ല, ഞാൻ കുട പിടിച്ചിട്ടാണ് പോവുകയാണെങ്കിൽ കൂടെ ഇന്നേയും കൂടെ തളർത്തും. അവൾ ആൾക്കാർ കളിയാക്കും കുട പിടിച്ച് കഴിഞ്ഞാന്നൊക്കെ. ഞാൻ പറഞ്ഞാൽ ആരെന്ത് കളിയാക്കിയാലും ഞാൻ കുട പിടിച്ചിട്ടേ പോകുള്ളൂ പറയും. വെയിൽ ഞാൻ കൊള്ളില്ല, പക്ഷെ മഴ ഞാൻ കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെയൊക്കെ നടന്നിട്ട് ചീര തപ്പുകയാണ്. ഒരുവിധം എല്ലാ ഇലകളും മുളച്ച് നിൽക്കണ കാരണം ചീര ഏതാണെന്നോ മറ്റുള്ള ഇല ഏതാണെന്നോ അറിയണില്ല. അപ്പോൾ അതാണ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ അടിപൊളി ഇലകളാണ് കേട്ടോ. ഇനി മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നു ചില ഇലകളൊക്കെ പുഴുക്കേട് വന്നിട്ട് കേടായിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാണ്ട് അത് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നാൽ വീട്ടിൽ ചെന്നിട്ട് വേഗം അങ്ങോട്ട് വാഷ് ചെയ്തിട്ട് അരിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഇനി ഒരു പണിയും കൂടെ എടുക്കണ്ടല്ലോ, ഏതായാലും നനഞ്ഞു ഇനി അങ്ങോട്ട് കുളിച്ച് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴയത്തും ചളിയിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ മഴയത്ത് നടക്കാൻ വേണ്ടി. ഈ ഷാജേട്ടല്ലെങ്കിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വൈരം തരാതെ നമ്മുടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നിനും ഈ മഴയത്തൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഷാജേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് മഴയത്ത് ഇറങ്ങും, തോട്ടിൽ ഇറങ്ങും, പാടത്ത് ഇറങ്ങും. പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് തോട്ടിൽ പോകണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി കളിക്കേണ്ട സമയമായപ്പോഴേക്കും അവൻ കാല് മാറി ഞങ്ങൾ കൂട്ടാണ്ട് ഓടി. അപ്പോൾ ഇനി നാളെ പോവാമെന്ന് വിചാരിച്ചേ. നല്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, പോരാന്നൊക്കെ രാവിലെ പറഞ്ഞപ്പോൾ എനിക്ക് പോവാന്ന് രാവിലെ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് പണിത്തിരക്കായിരുന്നു. എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ അവന് കളിത്തിരക്കുമായി. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് പോകണം കേട്ടോ. ചീരക്കഥ ഈ ഒരു പാത്രം ചീര കിട്ടിയിട്ടുണ്ട്. രാത്രിയിൽ നമുക്ക് ചീരത്തോരനും വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കാം. ഒരു കറിക്ക് ആയില്ലോ. വെറുതെ നിന്നിട്ട് അത് പുഴുക്കേട് വന്ന് കേടുവരണേക്കാളും നല്ലത് വളമൊന്നും ഇടാതെ നമുക്കൊരു നേരം കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയല്ലേ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആ കാലൊക്കെ കഴുകി ഉള്ളിൽ കയറാം. അവിടെ ഏതായാലും അടിച്ചു വാരി ഇതല്ലേ. നമ്മുടെ വീട്ടിൽ ചുറ്റുപുറം മഴല കെട്ടിയാലും നമുക്ക് തീരാത്തത്ര ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന അയൽ നമുക്ക് എന്തായാലും എടുക്കണം. അമ്മ പറഞ്ഞു അങ്ങനെ കെട്ടാൻ പാടില്ല, ലക്ഷണക്കേടാണ് കേട്ടോ. വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കെട്ടണം. മഴക്കാലത്ത് ഇപ്പോൾ അതൊന്നും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും നമുക്ക് ഉള്ളിലും കെട്ടാൻ പറ്റില്ല, പുറത്തും കെട്ടാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മേല് കഴുകിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. ഈ ഒരു സമയമാകുമ്പോൾ ഈ പറഞ്ഞ പോലെ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഫുൾ ടൈം ഈ ഉമ്മറത്തായിരിക്കും കേട്ടോ. വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് പുറം ലോകത്തേക്കൊന്ന് മുറ്റത്തേക്കൊന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തട്ടിപ്പും തരികണയും പറഞ്ഞിട്ട് വേണേ. അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ അവിടെ മൊത്തം വെള്ളമല്ലേ, അതുകൊണ്ട് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടും വയ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരെ. ടാറ്റാ ബൈ, സീ യു.